ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ജോസ് പ്രകാശ് ജോർജ് എന്നാണ്. ഈ പകൽക്കാലം എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ കർത്താവ് അവിടെ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിൽ കൂടി എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ച് വളർത്തപ്പെടുവാനിടയായത്. 1996 ഞാൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കടന്നു പോകാനിടയായി. അന്നു മുതൽ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നെങ്കിലും വലിയവനായ ദൈവം എന്നെ ആ വഴിയിലൊക്കെ നടത്തി പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിൽ നന്ദിയോടും സ്തോത്രവും അറിയിക്കുന്നു. ആദ്യം എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. രണ്ടാമത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ 1996 ജൂലൈ മാസം 6 തീയതി ഇവിടുന്ന് യാത്ര ചെയ്ത് ഡൽഹിയിലെത്തുമ്പോൾ ഞാൻ വളരെയധികം സാമ്പത്തിക നിലയിൽ നിരാശയോടെയാണ് കടന്നു പോകുന്നത്. എങ്കിൽ അവിടെ എത്തിയതിന് ശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കാനിടയായി. ഞാൻ 4 പ്രാവശ്യമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ എന്നെ ഉപദ്രവിക്കുന്ന ഉപദ്രവത്താൽ എനിക്ക് അത് ഏർപ്പെടേണ്ടി വന്നു. എങ്കിലും കർത്താവ് എന്നെ സഹായിച്ചു, എന്നെ മാനിച്ചു. 2003 ആദ്യം എന്നെ RSSകാർ ഉപദ്രവിക്കുന്നത്. ഞാൻ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന സകല വേദനകളും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും നീര് വെച്ച് നടക്കുവാൻ കഴിയാതെ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞു, നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന് പലരും എന്നോട് പറയാനിടയായി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കർത്താവിൻ്റെ വേലക്കാരായ എല്ലാവരും ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു. എന്നാൽ നാട്ടിൽ വന്നു. എൻ്റെ പിതാവും മാതാവും അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കൃപയാൽ 3-ാമത്തെ ദിവസം ദൈവം എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി. 4-ാമത്തെ ദിവസം തിരിച്ച് മടങ്ങി നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ എല്ലാ ദിവസവും എല്ലാ വർഷവും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ദൈവവചനത്തോടു കൂടി ഇരിക്കുമ്പോൾ ദൈവം എനിക്ക് ഒത്തിരി ദർശനം നൽകിയിട്ടുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ വെച്ച് വരികയായിരുന്നു. ആ 21-ാമത്തെ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് ദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ദർശനപ്രകാരം എനിക്ക് UPയുടെ മധ്യഭാഗത്തേക്ക് കടന്നുപോയി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ UPയുടെ മധ്യഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ കടന്നു പോകാനുള്ള വാഹനത്തിൻ്റെ പൈസയോ അവിടെ താമസിക്കാനുള്ളതായ വാടകയുടെ പൈസയോ കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കവേ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് മറ്റ് സാധനങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കാനിടയായിത്തീർന്നു. വിറ്റതിന് ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ കുറച്ച് പൈസ കയ്യിൽ കിട്ടി. ആ പൈസയും കൊണ്ട് ഞാൻ അവിടെ ഒരു ട്രക്ക് ബുക്ക് ചെയ്തു. ആ ട്രക്കിൽ ബുക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഉള്ള സാധനവും എൻ്റെ വൈഫ്, എൻ്റെ 2 കുഞ്ഞുങ്ങൾ അതിലുമായിട്ട് ട്രക്കിൻ്റെ പുറകിൽ യാത്ര ചെയ്തു. ഒത്തിരി പ്രയാസമുണ്ട്. ഏകദേശം 600 കിലോമീറ്ററോളം ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്താണ് ഞാനിപ്പോൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് കടന്നു വരാനിടയായത്. യാത്ര മധ്യേ ഒത്തിരി പ്രയാസം അനുഭവിച്ചു. 2005 ഞാൻ യാത്ര ചെയ്ത് UPയുടെ മധ്യഭാഗത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ 2005 യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ പലരും ചോദിച്ചു, നിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും അപകടം വന്നാൽ ആര് നോക്കും എന്ന് എന്നോട് ചോദിച്ചു. എങ്കിലും ഞാൻ ധൈര്യത്തോടുകൂടി UPയുടെ മധ്യഭാഗത്ത് വിശ്വസ്തയോടുകൂടി ദൈവം തന്ന ദർശനപ്രകാരം എനിക്കവിടെ കടന്നു വന്നു. പോകുന്ന വഴിയിൽ യാത്ര മധ്യേ വണ്ടിക്ക് വാടക കൊടുക്കാൻ അല്ലാതെ കണ്ട് കുടിക്കുവാൻ വെള്ളമോ കഴിക്കാൻ ആഹാരത്തിനുള്ളതായ പൈസയോ ഞങ്ങൾക്കില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് കരഞ്ഞു. എൻ്റെ ഭാര്യ ഇടയ്ക്ക് ചോദിച്ചു, നമ്മൾ UPയുടെ മധ്യഭാഗത്ത് കടന്നു പോകുമ്പോൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റും എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. ആ യാത്ര മധ്യേ ദൈവം ഞങ്ങളോട് കൂടിയിരുന്നു.
ഞങ്ങൾ ഭവനത്തിൽ വന്ന് കയറിയപ്പോൾ ട്രക്കിന് കൊടുക്കാനുള്ളത് ആ പൈസയെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് മേടിക്കാനോ അരി മേടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു സാധനത്തിന് പോലും പൈസയില്ലാതെ ഞാൻ വളരെയധികം നിരാശപ്പെട്ടു. ഞാൻ ഭാരപ്പെട്ടു. ഞങ്ങൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കാൻ തുടങ്ങി. ഞാൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരുന്നു. കാരണം ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്ന ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് എൻ്റെ ഭാര്യ വിശന്നിരിക്കുന്നു, ക്ഷീണിതനായിരിക്കുന്നു. ഞങ്ങൾ യാത്ര ചെയ്താണ് വന്നത്. റൂമിൻ്റെ വാടക കൊടുത്തു. ഞാൻ കടന്നു വന്ന വാഹനത്തിൻ്റെ പൈസ കൊടുത്തു. ഇനി ആഹാരത്തിന് പൈസയില്ല. ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് ഞാൻ ഭാരപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, പപ്പ ഒരു കാര്യം ചെയ്യും, ATM പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ATM പൈസ ഇടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ആരുടെ കയ്യിൽ ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ല, ആരെ എനിക്ക് പരിചയമില്ല, പിന്നെ എങ്ങനെ എനിക്ക് പൈസ അയക്കും എന്ന് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു. ഇല്ല പപ്പ, വിശ്വാസത്തല്ലേ, നോക്ക്, ഒരുപക്ഷെ ദൈവം നമുക്ക് വേണ്ടി കരുണ കാണിച്ചാലോ. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം ഒരു ഉച്ചയായപ്പോൾ മടിയോടുകൂടിയാണെങ്കിൽ ഞാൻ ATM കടന്നു ചെന്ന് ഞാൻ ആദ്യം ATM ഒന്ന് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് 10,000,000 10,000 രൂപ അതിൽ കിടക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഒത്തിരി ഭാരം തോന്നി. ഇത് ഒരുപക്ഷേ ATM കടന്നു തെറ്റി വന്നതാണോ അതോ എനിക്ക് വേണ്ടി തന്നതാണോ എന്നൊരു സംശയം എൻ്റെ മുമ്പിൽ വന്നു. വീണ്ടും ഒന്നുകൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും അതേ 10,000 രൂപ അതിൽ കിടക്കുന്നുണ്ട്. എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി ഭാരം വീണ്ടും തുടങ്ങി. എൻ്റെ ഹൃദയം അടിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരുപക്ഷേ ഇത് ആരെങ്കിലും തെറ്റിയിട്ടതാണോ? കാരണം ഞാൻ ആർക്കും എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ല, എനിക്ക് പൈസ തരാമെന്ന് ആരും എനിക്ക് പ്രോമിസും വാഴ്ത്തത്വവും നൽകിയിട്ടില്ല, പിന്നെ എങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു എന്നൊരു ചിന്ത ഇങ്ങനെ നടക്കുന്നു. ഞാൻ വീണ്ടും അതിൽ നിന്ന് ഒരു 100 രൂപ വിഡ്രോ ചെയ്തു. 100 രൂപ വിഡ്രോ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് അതിനകത്ത് പൈസ കിടപ്പുണ്ടെന്ന്. വീണ്ടും എൻ്റെ ഹൃദയം അടിക്കാൻ തുടങ്ങി. കാരണം ആർക്കും ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയോ ആരെയും ഞാൻ പരിചയം ഉണ്ടാവുകയില്ല, പിന്നെ എങ്ങനെ എനിക്ക് ഈ പൈസ ലഭിച്ചു എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ കരഞ്ഞു, ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, ആരാണ് ഈ പൈസ അയച്ചത് ആ ആളിനെ ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറുന്നതിന് മുമ്പേ ആ ആൾ എന്നോട് സംസാരിക്കണം. ഞാൻ ആ പൈസ എടുത്തുകൊണ്ട് ഏകദേശം ആ ATM നിന്ന് എൻ്റെ വീട് വരെ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ ഇങ്ങനെ ഭയന്നും നിലവിളിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. എൻ്റെ വീട്ടിനകത്താണെങ്കിൽ 2 കുഞ്ഞുങ്ങൾ നിലവിളിയോടിരിക്കുന്നു. എൻ്റെ ഭാര്യയാണെങ്കിൽ വിശന്നിട്ടിരിക്കാൻ കഴിയില്ല. ഞാനാണെങ്കിൽ ക്ഷീണിതനാണ്. കഴിഞ്ഞ 3 ദിവസം യാത്ര ചെയ്ത് ട്രക്കിലിരുന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് കടന്നു വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പൈസ ലഭിച്ചത്. ഞാൻ ആ വീട്ടിൻ്റെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറി ചെന്നതും പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ആ ഫോണിൽ കൂടി ഇങ്ങനെ ഒരു ശബ്ദം കേൾപ്പാനിടയായി. പാസ്റ്റർ ജോസ് പ്രകാശ് ജോർജ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു ആരാ സംസാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേര് മനോജ് എന്നാണ്. പെട്ടെന്ന് എൻ്റെ ഹൃദയം ചിന്തിക്കുന്നത് ഞാൻ ആരെയും പരിചയമില്ലല്ലോ. അപ്പോൾ അതിനോട് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദൈവാത്മാവ് എനിക്കൊരു പ്രേരണ നൽകി. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്നു, അതിൻ്റെ പേരിൽ ഒരു 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടണം എന്ന് പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി. എന്നെ കിടന്നുറങ്ങാൻ സംഭവിച്ചില്ല. ഞാൻ രാത്രിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പേയ്മെൻറ്റ് ചെയ്തു. അത് കൺഫേം ചെയ്യാനാണ് ഞാൻ നിങ്ങൾ വിളിച്ചത്. ഇപ്പം ഞാൻ ചോദിച്ചു ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ആൾക്കാരെ മുഴുവനും വിളിച്ചിട്ടാണ് പാസ്റ്റർ നമ്പറിൽ ലഭിക്കാനിടയായിത്തീർന്നത്. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ കടന്ന് വിശ്വസ്തയോടെ ഇറങ്ങിപ്പോയപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാനിടയായത്. ഞാൻ അതോടുകൂടി എനിക്ക് ഉറക്കെ വിശ്വസിപ്പാൻ കഴിഞ്ഞു, ദൈവം എൻ്റെ എല്ലാ വഴിയിലും കൂടിയിട്ടുണ്ട്. അവിടെ എൻ്റെ പ്രവർത്തന മേഖലയിൽ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ UPയുടെ മധ്യഭാഗത്ത് കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അവിടെ നിടയായി. വിവിധ പ്രയാസത്തിൽ കൂടിയാണെങ്കിൽ അനേക സഭകളെ സ്ഥാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അവിടെ കർത്താവിൻ്റെ വേല വളരെ ശക്തമായി നടക്കുമ്പോഴാണ്
2023 ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഒത്തിരി ഉപദ്രവിച്ചു. ഏകദേശം 10 പേരിലധികം പേരെ അവർ അറസ്റ്റ് ചെയ്യുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പലപ്പോഴായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകാനിടയായി. അവരെയൊക്കെ ജയിലിൽ നിന്ന് ഇറക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ദൈവം സഹായിച്ചു. എന്നാൽ 2023 ഫെബ്രുവരി മാസം 8-ാം തീയതി അവർ എന്നെ അറസ്റ്റ് ചെയ്യുകയും എന്നെ ജയിലിലേക്ക് വിടുകയും ചെയ്തു. ഏകദേശം ഞാൻ 5 മാസത്തോളം ജയിൽ വാസം കഴിപ്പാനിടയായി. ഞാൻ ജയിലിലേക്ക് പോകുമ്പോൾ അവരെനിക്കെതിരായിട്ട് 5 FIR-ഉം മാത്രമല്ല ഒരു FIR-ന് 7 വകുപ്പുകളും ഇട്ട് എന്നെ ആ ജയിലിലേക്ക് അയക്കാനിടയായി. അദ്ദേഹം ജയിലിലിടുമ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുകയില്ല എന്ന് ഒരു വെല്ലുവിളിയൂടെ എനിക്ക് നൽകാനിടയായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിൻ്റെ വേലയുടെ ബന്ധത്തിലാണല്ലോ ഞാനിവിടെ കടന്നു വന്നത്. ഏത് കഷ്ടം സഹിക്കാനും ദൈവമേ അങ്ങ് നീ എനിക്ക് ബലം നൽകി. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ, 5 മാസം കഴിഞ്ഞപ്പോൾ ഈ 5 FIR-നും ദൈവം എനിക്ക് ഒരു വിടുതൽ നൽകുകയും ആ ഒരു ബെയിലെടുത്ത് പുറത്തിറങ്ങി വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ഈ 5 മാസം ജയിലിലായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് വീട്ടിലായിരുന്നു. എൻ്റെ 2 കുഞ്ഞുങ്ങളും പഠിത്തത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരാൾ ബാംഗ്ലൂരിലും ഒരാൾ ഡൽഹിയിലുമാണ് താമസിക്കുന്നത്. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത മോള് MSc സൈക്കോളജിക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോൻ BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് ഭവനിലിരിക്കുമ്പോൾ ആരും സഹായിക്കാനില്ല സമയം. പോലീസുകാർ രാത്രിയും പകലൊന്നും ഇല്ലാതെ എൻ്റെ വീട്ടിൽ കടന്നു വന്നിട്ട് എൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. ഇവൻ രാത്രി 2 മണിക്ക്, 12 മണിക്ക്, 10 മണിക്ക്, ചില സമയങ്ങളെല്ലാം അടുത്തുള്ളവരാണ് എൻ്റെ ഭാര്യയെ മാറ്റി നിർത്തുന്നത്. കാരണം ഞാൻ ജയിലിലായപ്പോൾ എൻ്റെ ഭാര്യയെ കൂടെ ജയിലിലാക്കണം എന്നുള്ളൊരു വാശി അവർക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ദൈവം അത് അനുവദിക്കാതെ കർത്താവ് എൻ്റെ ഭാര്യയെ ജയിലിൽ കൊണ്ടുവരാതെ കർത്താവ് വിടുവിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എൻ്റെ ഭാര്യ ഇന്ന് ആ സ്ഥാനത്ത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു സാക്ഷ്യം പറയാനിടയാകുന്നത്. കാരണം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കോർട്ടിൽ എനിക്ക് ബെയിൽ ലഭിക്കത്തില്ല. ഡിസ്ട്രിക്ട് കോർട്ടിൽ ബെയിൽ ലഭിക്കാതെ എൻ്റെ എല്ലാ FIR-ഉം ഓരോ മാസങ്ങളിൽ ക്യാൻസലായി അത് ഹൈക്കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ സുപ്രീം കോടതി ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് ഈ ബെയിൽ അതിൻ്റെ ഫയലെടുത്ത് ഹൈക്കോർട്ടിൽ കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ബെയിൽ കിട്ടത്തുള്ളൂ. ഓരോ മാസം ഓരോ FIR കടന്നു പോകുമ്പോൾ എൻ്റെ വൈഫ് എന്നെ കാണാനും അക്കൂട്ടത്തിൽ നേരെ ഹൈക്കോർട്ടിൽ കടന്നു പോകാനും അവിടുത്തെ വക്കീലിനെ കണ്ടിട്ട് ബെയിലെടുക്കാനും വേണ്ടി ഓരോ ദിവസവും യാത്ര ചെയ്യുന്നു. ഞാൻ താമസിക്കുന്ന അവിടുന്ന് ഹൈക്കോർട്ട് അലഹബാദ് വരെ കടന്നു വരണമെങ്കിൽ 150 കിലോമീറ്റർ ഒരു സൈഡിലാണ്. അപ്പ് ആൻഡ് ഡൗൺ നോക്കിയാൽ 300 കിലോമീറ്റർ ഉണ്ട്. എന്നെ കണ്ടിട്ട് വേണം എൻ്റെ വൈഫിന് അവിടെ കടന്നു പോകാൻ. വേറൊരു ഭാഗത്ത് പോലീസിൻ്റെ ഉപദ്രവം, മറ്റൊരു സ്ഥലത്ത് ക്രിസ്തു വിരോധികളുടെ പീഡന. എന്നാൽ വേറൊരു ഭാഗത്തെന്ന് പറയുന്നാൽ അവൾ എന്നെ കാണാൻ കടന്നു വരണം. ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ, ഒത്തിരി വേദന എൻ്റെ ഭാര്യ സഹിപ്പാനിടയായി. അവൾ രാവും പകലും പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തോടുകൂടി ഈ വിഷയം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയും. 5-ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജൂൺ മാസം കഴിഞ്ഞപ്പോൾ 27-ാം തീയതി ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ജയിലിൽ നിന്നൊരു മോചനം ലഭിച്ചു. ജയിലിൽ നിന്ന് മോചനം ലഭിച്ചു എന്ന് പറഞ്ഞാലും പൂർണ്ണമായൊരു മോചനം എനിക്ക് ലഭിക്കാനിടയായിട്ടില്ല. ഇന്നും പോലീസ് എന്നെ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ മാസങ്ങളിലും അവരെന്നെ അന്വേഷിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ എന്തു ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എവിടെ പോകുന്നു, ആരോടാണ് സംസാരിക്കുന്നത്, കയ്യിൽ ബൈബിളുണ്ടോ, കയ്യിൽ പാഠപുസ്തകമുണ്ടോ, ഞാൻ സുവിശേഷ പ്രവർത്തനം ഇന്നും ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ മാസവും അവരെ എൻ്റെ അന്വേഷണത്തിന് വേണ്ടി എൻ്റെ പുറകെ വരുന്നു, എന്നോട് ചോദ്യം ചെയ്യുന്നു. എന്നെ ജയിലിലേക്ക് വിടുമ്പോൾ 3 ദിവസം അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. ഞാൻ 3 ദിവസം അവരുടെ ആ പീഡനയിൽ ഞാൻ ഒത്തിരി വേദന അനുഭവിച്ചു. 3 ദിവസം എന്ന് പറയുന്നത് ആഹാരം, നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചോളം ആഹാരം വളരെ മോശമാണ് നമുക്ക് ലഭിക്കുന്നത്.
പക്ഷേങ്കിൽ 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഒത്തിരി വേദന അനുഭവിച്ചു. 3-ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ അവരെന്നെ കോർട്ടിൽ കൊണ്ടുവന്നു. കോർട്ടിൽ നിന്ന് നേരെ എന്നെ ജയിലിലേക്ക് വിട്ടു. ആദ്യം 14 ദിവസത്തെ റിമാൻഡാണ് എനിക്ക് ചെയ്തത്. എന്നെ കോർട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എന്നെ അറസ്റ്റ് ചെയ്തതായ ഏകദേശം 15 പോലീസുകാരുണ്ടായിരുന്നു. ഈ 15 പോലീസുകാരും എനിക്ക് ചുറ്റും നിന്നിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ജോസ് പ്രകാശ് ജോർജ് നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ ചാൻസ് ഇല്ല. നിനക്കെതിരായിട്ട് 5 FIR ആണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. ജഡ്ജി എന്നോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, സാറേ അങ്ങയുടെ ഇഷ്ടമാണ്. അതേ എന്നെ ജയിലിലേക്ക് വിട്ടു. ജയിലിൽ ചെന്നപ്പോൾ അവരെന്നെ സ്വാഗതം ചെയ്തത് മറ്റൊരു രീതിയിലാണ്. വേദനിക്കുന്ന രീതിയിലുള്ളതായ സ്വാഗതമാണ് ജയിലിനകത്ത് സാധാരണ ചെയ്യുന്നത്. എന്നിട്ടും റിമാൻഡിൽ 14 ദിവസം ഇട്ടിരുന്നെങ്കിലും എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ എന്നെ വീണ്ടും കുരുക്കുകയായിരുന്നു. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. 14 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ അവിടുന്ന് സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് മാറ്റി. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു പ്രേരണ നൽകി, നാം ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. പ്രയാസങ്ങളെല്ലാം നമ്മുടെ പുറകിലുണ്ട്, പക്ഷേങ്കിൽ ദൈവം എനിക്ക് ദർശനം നൽകി പ്രാർത്ഥിക്കുക. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കും. എൻ്റെ സമയം മുഴുവൻ രാത്രിയും പകലും ഒക്കെ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാനത് ചെയ്തത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ദൈവം എൻ്റെ കൂടെ ജയിലിനകത്ത് കിടക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയാറുണ്ട്, സാറേ ഞങ്ങൾക്ക് കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് കാണാനിടയായി. അവരും ഞാൻ വായിക്കുന്ന ബൈബിൾ വായിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരുപക്ഷെ ദൈവം എന്നെ ഇതിനായിരിക്കും ജയിലിലേക്ക് അയച്ചതെന്ന്. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ അതിനകത്ത് എൻ്റെ ഒരു ഭാഗത്ത് വേദനയുണ്ടെങ്കിലും വേറൊരു ഭാഗത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. കാരണം ജയിലിനകത്ത് കടന്നത് ദൈവത്തിൻ്റെ ചില ഉദ്ദേശത്തോടെ. അവിടുത്തെ ആഹാരമെന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ലഭിക്കുന്നത് പോലെയല്ല. നമുക്ക് കൂടി പറഞ്ഞാൽ ഒരു 3 ചപ്പാത്തി, ഒരു പിടി ചാവൽ, ചോറ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യമായിരുന്നു അവിടെ. നമുക്ക് നല്ലവണ്ണം കറിയോ അല്ലെങ്കിൽ നല്ലവണ്ണം കഴിക്കത്തക്കിലുള്ളതായ വെള്ളമോ കുടിക്കാനുള്ള വെള്ളമോ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. ഞാൻ അവിടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഞാൻ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. അത്രത്തോളം മോശമായ സ്ഥലത്താണ് ഞാൻ ജയിലിൽ കിടന്നത്. എങ്കിലും അവിടെയും ദൈവം എന്നെ ബലപ്പെടുത്തി. ദൈവം ചില കാര്യങ്ങൾ എന്നെ ജയിലിൽ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. വേദന അനുഭവമായിട്ടുള്ള കാര്യത്തിൽ കൂടിയാണ് കടന്നുപോയെങ്കിലും ചില കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ കർത്താവിൽ കൂടുതൽ അടുക്കാനല്ലാതെ ഞാൻ ദൈവത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ജൂൺ മാസം 27-ാം തീയതി ആയപ്പോൾ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ വീണ്ടും പറഞ്ഞു, എനിക്ക് ചില പ്രശ്നങ്ങൾ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് പറയട്ടെ, അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കർത്താവിനെ സഹായിച്ചു. എന്നാൽ ഈ 5 FIRൽ നിന്നും ഒരു മുക്തി ലഭിക്കുവാൻ ഞങ്ങൾ ഒത്തിരി കരയുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തു. അത് തീരുക മാത്രമല്ല, ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. വിവിധ പ്രയാസങ്ങൾ കടന്നു വന്നു. ഈ ഒരു പ്രയാസം കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിന് ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു. ഒത്തിരി പ്രയാസങ്ങൾ. കോർട്ട് കേസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും എല്ലാ മാസത്തിൽ 4 പ്രാവശ്യം ഞങ്ങൾക്ക് കോർട്ടിൽ കടന്നുപോയി സൈൻ ചെയ്യണം. ഓരോ പ്രാവശ്യവും സൈൻ ചെയ്യാൻ കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് 7,000 രൂപ 8,000 രൂപ ഞങ്ങൾ എക്സ്പെൻസ് ആയിരുന്നു. ഓരോ ഫയൽ എടുക്കും തോറും അതിന് ഞങ്ങൾക്ക് പൈസയാകുമായിരുന്നു. പക്ഷേ എങ്കിൽ ഇതെല്ലാം ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. എനിക്ക് ബെയിൽ കിട്ടാനായിട്ട് 10 ഗ്യാരണ്ടർ വേണമായിരുന്നു. 10 പേരുണ്ടെങ്കിൽ മാത്രമേ എനിക്കെടുക്കാൻ പറ്റൂ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് 10 പേര് എനിക്ക് ആര് നിൽക്കും? പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവമക്കൾ, പ്രത്യേകിച്ച് വിശ്വാസികൾ, പുറകോട്ടോ മുന്നോട്ടോ തിരിയാതെ അവർ വിശ്വാസത്തിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽപ്പാനിടയായി. ഒരു FIRന് 2 പേര് വേണം. ഒരാൾക്ക് 1 ലക്ഷം വെച്ച് 10 പേർക്ക് 10 ലക്ഷം രൂപ വേണം. അവരുടെ പ്രോപ്പർട്ടിയുടെ പേപ്പർ എല്ലാം കൊണ്ടുവന്നിട്ട് ഓരോരുത്തരും, ചിലരുടെ 5 ലക്ഷം, ചിലരുടെ 20 ലക്ഷം, ചിലരുടെ 15 ലക്ഷം അവരുടെ പേപ്പർ കൊണ്ടുവച്ചാണ് എന്നെ അവിടുന്ന് ജാമ്യത്തിലിറക്കിയത്.
ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് പറയട്ടെ. ജഡ്ജ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇദ്ദേഹം ഒരു കേരളത്തുകാരനാണ്, ഇദ്ദേഹം നാട്ടിൽ പോയാൽ നിങ്ങൾ ഇതിൻ്റെ പണിഷ്മെൻറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉവ്വ് എന്ന് പറയാനിടയായി. അദ്ദേഹം പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ടോ എന്ന് പറയാനിടയായി. ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് പറയട്ടെ, ഈ 10 പേരും എനിക്ക് ഗ്യാരണ്ടർ നിന്നുള്ളതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുന്നത്. കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങുന്ന ദൈവദാസന്മാരോടും എനിക്കിതേ പറയാനുള്ളൂ, നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ സാമ്പത്തികമായ നിലകളിൽ ഒത്തിരി ഭാരപ്പെട്ടു. ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനോ അവരുടെ പഠിത്തത്തിന് വേണ്ടിയോ ഞാൻ ഒത്തിരി ഞെരങ്ങുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാണ് ഞാൻ മുന്നേറുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ചാനലിനോട് എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ഈ ദൈവദാസനെയും ഈ ചാനലിൻ്റെ ഉടമസ്ഥനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. May the Lord bless you.